ഒരു സിഗരറ്റ് കത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കയറുന്നത് 7000-ഓളം കെമിക്കലുകളാണ്. ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ മരണങ്ങളുടെ ഏറ്റവും വലിയ കാരണവും പുകവലി തന്നെയാണ്. പുകവലി നിർത്തണം എന്ന് പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് നിർത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആദ്യ 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും പതുക്കെ താഴ്ന്നു വരുന്നു. ഇതിന് കാരണം സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്ന 2 ഹോർമോണുകളുടെ അളവ് കൂട്ടുന്നു. ഇത് കാരണം നമ്മുടെ കൈകളും കാലുകളും തണുത്തതായും തോന്നേക്കാം. എന്നാൽ ഈ സമയം കൊണ്ട് അത് പഴയ ടെമ്പറേച്ചറിലിട്ട് പതുക്കെ തിരിച്ചു വരും. 2 മണിക്കൂർ കഴിയുമ്പോൾ നിക്കോട്ടീനോടുള്ള ആകർഷണം നിങ്ങളിൽ ഇറിറ്റേഷൻ, മൂഡ് സ്വിങ്സ്, ഉറക്കക്കുറവ് എന്നിങ്ങനെ പല അവസ്ഥകളും സൃഷ്ടിക്കാം. ഇതിന് കാരണം നിക്കോട്ടീൻ ഡോപ്പമീൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ സാധാരണ അളവിനേക്കാൾ കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് സിഗരറ്റ് വലി നിർത്തി നിക്കോട്ടീൻ ശരീരത്തിൽ കയർന്നു നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഡോപ്പമീനും കുറയുന്നു. 8 മണിക്കൂർ കഴിയുമ്പോൾ ഉള്ളിൽ വലിച്ചു കയറ്റിയ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞ് നിങ്ങളുടെ രക്തക്കുഴലുകൾ ക്ലിയറായി ഓക്സിജൻ്റെ ലെവൽ കൂടുന്നു. കാർബൺ മോണോക്സൈഡും ഓക്സിജനും രണ്ടും രക്തത്തിലുള്ള ഹീമോഗ്ലോബിനുമായി ഒന്നിക്കാൻ ശ്രമിക്കുന്ന കോമ്പോണൻറ്റുകളാണ്. ഇത് നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ മോശമായി ബാധിക്കുന്നു. എന്നാൽ കുറേ കാലമായി സിഗരറ്റ് വലിച്ച ഒരാളിൽ കാർബൺ മോണോക്സൈഡ് രക്തകോശങ്ങളെ വലുതാക്കി അതിൻ്റെ കട്ടി കൂട്ടി നിങ്ങളുടെ രക്തസമ്മർദ്ദം ഓൾറെഡി കൂട്ടിയിട്ടുണ്ടാവും. 24 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ചുമ കൂടുതലായി അനുഭവപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിനുള്ളിലെ ടോക്സിനുകളെ പുറത്തുവിടാൻ ശ്രമിക്കുന്ന രീതിയാണ്. അതുമാത്രമല്ല, ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യത നേരത്തേക്കാൾ 2 ഇരട്ടി കുറഞ്ഞിട്ടുണ്ടാവും. 48 മണിക്കൂർ കഴിഞ്ഞ് നിക്കോട്ടീനും അതുമായി ബന്ധപ്പെട്ട മറ്റ് കെമിക്കലുകളും പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ഡാമേജ് ആയിപ്പോയ നാഡീഞരമ്പുകൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാനും തുടങ്ങുന്നു. അതുകൂടാതെ തന്നെ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ടാറും മറ്റ് ദോഷകരമായ പദാർത്ഥങ്ങളും കൂടി നാക്കിലെ രക്തക്കുഴലുകളെ ബാധിച്ച് നാക്കിൻ്റെ രുചിയെ ഇല്ലാതാക്കുന്നു. ഈ സമയം കൊണ്ട് രുചിയും ഏതാണ്ട് തിരിച്ചു വരാൻ തുടങ്ങുന്നു. എന്നാൽ കുറേ നാൾ സ്ഥിരമായി പുകവലിച്ചിരുന്ന ഒരാളുടെ രുചി മിക്കവാറും എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. 72 മണിക്കൂർ പിന്നിടുമ്പോൾ നിക്കോട്ടീനോടുള്ള ആസക്തി ഏറ്റവും കൂടിയ അവസ്ഥയിലെത്തി തലവേദന, തലകറക്കം, വിറയൽ എന്നിങ്ങനെ പല അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. ഇതെല്ലാം കാഫീൻ പോലുള്ള ഏത് ആസക്തി ഉണ്ടാക്കാൻ സാധിക്കുന്ന പദാർത്ഥവും ഉപയോഗിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അനുഭവപ്പെടാവുന്നതേ ഉള്ളൂ. 1 മാസത്തിന് ശേഷം ഹൃദ്രോഗം, ഡയബറ്റീസ്, ക്യാൻസർ എന്നിങ്ങനെ പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറഞ്ഞു കഴിഞ്ഞു. 3 മുതൽ 9 മാസം ആകുമ്പോൾ ശ്വാസകോശത്തിലുള്ള ചെറിയ കോശങ്ങൾ നന്നാവാൻ തുടങ്ങുന്നു. ചുമയും ശ്വാസതടസ്സവും കുറഞ്ഞു വരികയും ചെയ്യുന്നു. 1 വർഷം കഴിയുമ്പോൾ രക്തക്കുഴലിൽ നിറഞ്ഞിരിക്കുന്ന ഫാറ്റി ടിഷ്യൂസ് നീങ്ങുന്നു. 10 വർഷത്തിന് ശേഷം പുകവലി നിർത്തിയ ഒരാളിൽ നിർത്താത്തവരെ അപേക്ഷിച്ച് ലങ് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഏതാണ്ട് 3 ഇരട്ടിയായി കുറഞ്ഞു കഴിഞ്ഞു. ഇതൊരു ഉറപ്പിച്ച കണക്കല്ല. നിങ്ങൾ ഒരു ദിവസം പുകവലിക്കുന്ന അളവും ദൈർഘ്യവും നിങ്ങളുടെ ശരീരം സുഖപ്പെടാനെടുക്കുന്ന സമയത്തെ ബാധിക്കുന്നു. എന്നാൽ പുകവലി നിർത്താനെടുക്കുന്ന നിങ്ങളുടെ തീരുമാനമാണ് എല്ലാത്തിനും തുടക്കം.